ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ നിന്നായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ വായിച്ചിങ്ങനെയാണ്, 3 മുതലുള്ള വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി ഇങ്ങനെ കാണുവാൻ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, നമ്മൾ ഈ ലോകത്ത് അന്യരും പരദേശികളുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായിട്ട് പിതാവായ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ വകയാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെയുള്ള നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കും എന്നുള്ള വലിയ വാഗ്ദത്തവും താൻ നൽകിയിരിക്കുന്നു. പത്രോസ് 3-ാമത്തെ വാക്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് എപ്പോഴും സ്തുതിക്കാനുള്ള കാരണമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യം, ദൈവമായ കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന തൻ്റെ രക്ഷയെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കാരണമുണ്ട്. അവിടെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ വലിയ കരുണാധിക്യ പ്രകാരമാണ് എന്ന് അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്, അവർ സാൽവേഷൻ ഈസ് സെക്യൂർ അൺടു എറ്റേണിറ്റി. നിത്യതയോളം നമ്മുടെ രക്ഷ ദൈവം ഭദ്രമാക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ അവകാശം അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അവകാശമായി അതിനായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ പറയുന്നു, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു നീണ്ട വാചകമാണ്. അതിൻ്റെ പകുതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നത്, ഈ രക്ഷ വെളിപ്പെടുന്നത് അന്ത്യകാലത്തിലാണ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അന്തം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ വെളിപ്പെടാനായിട്ട് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് അനേകം മനുഷ്യർക്ക് ഈ സത്യം മനസ്സിലായിട്ടില്ല. നമ്മൾ വളരെ ഭാഗ്യവാന്മാരായിട്ടുള്ളൊരു ആളുകളാണ്. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ എത്രയധികം സ്തുതിച്ചാലും മതിവരാത്ത ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഈ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ, എൻ്റെ വിചാരം ഇവിടെ ഒന്നും ആൾക്കാർ പിന്നെ ഇരിക്കാനിടയില്ലാത്ത പോലെ ആളുകൾ വന്നു കൂടുമായിരുന്നു അല്ലേ? ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഇന്ന് വൈകുന്നേരം ഇവിടെ വരുന്ന, ഈ ഹോളിൽ വരുന്ന ആളുകൾക്ക് ഒരു ഗോൾഡ് കോയിൻ കിട്ടുന്നതാണ് എന്നിവിടെ നിങ്ങൾ ഈ സ്ഥലത്ത് ഈ കൽപ്പനയിൽ ഒന്ന് അനൗൺസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്?
എന്ത് സംഭവിക്കും? ഹോള് നിറയോ? ഇവിടെ പട്ടാളവും പോലീസും വേണ്ടി വരും ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട്. അതുപോലെ ഇപ്പൊ കൽപ്പനി മാത്രമല്ല ആൾക്കാർ വരുന്നേ. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ കൽപ്പനി സെന്ററിൽ നിങ്ങൾ പിന്നെ അവിടെ പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ, ഹോളിൽ ചെന്നാൽ നിങ്ങൾക്കൊരു സ്വർണ്ണ നാണയം കിട്ടും എന്ന് പറഞ്ഞാൽ ജനം ഇടിച്ച് തള്ളി ഇങ്ങനെ വരും. എന്നാൽ സ്വർഗരാജ്യം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല ആളുകൾക്ക്. എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ ഓർക്കുക. അപ്പൊ ഈ ഇവിടെ താഴെ പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എത്ര വിലയേറിയതാണെന്ന് ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട്, വിശ്വാസികളായ ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. ഈ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണാത്തത് കൊണ്ട്, അത് വിശ്വാസത്താലാണ് നമ്മൾ കാണുന്നത്, കാഴ്ചയാലല്ല നമ്മൾ നടക്കുന്നത്. വിശ്വാസത്താലായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇതിങ്ങനെ ക്ഷീണിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ രക്ഷയെ വളരെ സെക്യൂർ ആക്കി വെച്ചിരിക്കുകയാണ്, വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. അത് അന്ത്യകാലത്ത് വെളിപ്പെടുമ്പോൾ, നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് ആയിരിക്കുന്ന പോലെ നമ്മൾ കാണും. ഈ സ്വർഗരാജ്യത്തിന്റെ ദർശനം പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഒന്ന് കണ്ടതാണ്, അല്ലേ? പത്രോസ് എല്ലാത്തിലും വളരെ ഉത്സാഹിയായിട്ടുള്ള എടിപിടിന്ന് എടുത്തു ചാടി പുറപ്പെടുന്ന മനുഷ്യനാണ്. കർത്താവ് ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, എന്താ പറഞ്ഞേ? നീ ആകുന്നുവെങ്കിൽ എന്നോട് അങ്ങോട്ട് വരാൻ കൽപ്പിക്കണം. അങ്ങനെ പുള്ളി വെള്ളത്തിൻ്റെ മീതെ നടന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ കർത്താവിനെ കൂടാതെ വെള്ളത്തിൻ്റെ മീതെ നടന്ന ഒരേ ഒരു മനുഷ്യനുള്ളൂ, അത് പത്രോസാണ്. അങ്ങനെയുള്ള പത്രോസൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞേ, ഈ പത്രോസും യാക്കോബ് യോഹന്നാനും കൂടെ താബോർ മലയിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയാവും ഒക്കെ അവർക്ക് പ്രത്യക്ഷനായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ മോശ ഇങ്ങനെ പ്രത്യക്ഷനാകുമ്പോൾ പത്രോസ് പറയുന്നത്, ഞാൻ 3 കുടിലുണ്ടാക്കാം. സാധാരണ പുള്ളി എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറയേണ്ടതാണ്. എന്നാൽ പത്രോസ് പറയുന്നത്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, പിന്നൊന്ന് നിനക്ക് യേശുവിനും. ഞാൻ പറഞ്ഞു, താൻ എന്തു പറയുന്നു എന്ന് അറിഞ്ഞില്ല. അവർക്കുണ്ടായ ദർശനത്തിൽ അവരാകപ്പാടെ സ്തബ്ധരായി പോയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്നാണ് താൻ പറയുന്നത്. തൻ്റെ വലയും പിന്നെ വീടും ഇതും കാര്യങ്ങളും എല്ലാം പത്രോസ് മറന്നുപോയി. അത്രമാത്രം ആ ഒരു മഹത്വകരമായിരിക്കുന്ന ഒരു സ്വർഗീയ ദർശനം കർത്താവിന് മുമ്പ് പറയുന്നുണ്ട്. സ്വർഗരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നവരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് 8 ദിവസം കഴിയുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദർശനത്തിന് ഓഹരിക്കാരായിട്ടുള്ളവരെ, ആ ദർശനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ക്ഷീണിച്ച് മടുക്കാതിരിക്കാനായിട്ട് അത് നമ്മുടെ മനോമുകുരങ്ങളിൽ ആ ഒരു വലിയ കർത്താവിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യക്ഷത നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഉറപ്പിച്ചു കൊള്ളുവാൻ ആവശ്യമുണ്ട്. അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷയ്ക്ക് വേണ്ടി ഇത് അനേകം മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. ഈ പുസ്തകം അനേകർ വായിക്കുന്നില്ല. സങ്കടകരമായ കാര്യം, വിശ്വാസികൾ എന്ന് പറയുന്ന അനേകർക്കും ഇത് പിടികിട്ടിയിട്ടില്ല. ഈ ലോകത്തെ താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഉടക്കിക്കിടക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു ദർശനം നാം പ്രാപിച്ചാൽ അതിനായിട്ട് അധ്വാനിക്കുവാനുള്ളതായിരിക്കുന്ന വലിയ ഒരു ആവേശം നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇവിടെ അങ്ങനെ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത്? വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മളെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവശക്തിയിൽ കാക്കപ്പെടുകയാണെന്ന്. ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തി നമ്മെ വലയം ചെയ്ത് നമ്മെ സൂക്ഷിച്ച് ഈ രക്ഷയിലേക്ക്
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവശക്തിയിൽ പാലിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന ഒരു വലിയ സാധ്യതയാണ് ദൈവമക്കൾക്കുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുഷ്ടലോകത്തിൽ വല്ലാത്ത കാലത്ത് ജീവിക്കുമ്പോൾ ഭയപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് കാരണമായിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവിടെ 3 കാര്യങ്ങൾ അറിയണം എന്ന് താനെ പറയുന്നുണ്ട്. അവൻ്റെ വെളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, മൂന്നാമത് പറയുന്നു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം എന്നും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ എഫേസ്യസിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, അവർ ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ ലഭിച്ചിട്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ വളരാനിടയായിത്തീരണം. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിൽ ആശ്രയിക്കാൻ മതിയായ കാരണം. അപ്പൊ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുകയാണ്. അപ്പൊ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകത, നമ്മൾ പ്രത്യേകമായി ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനവും ഇതുമൊക്കെ പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. പഴയ നിയമം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ ഒരു ശക്തിയുടെ പ്രദർശനം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇന്ന് അനേക മനുഷ്യർ പറയുന്ന പഴയ നിയമം ഒന്നും വേണ്ട എന്ന് പറയുന്ന വലിയ വലിയ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ വന്നേക്കാണ്. എന്തൊരു അബദ്ധമാണെന്നുള്ളതാണ്. എന്തൊരു അബദ്ധമാണ്. അന്ന് തിയോക്രസിയാണ്, ദൈവത്തിൻ്റെ ഭരണം നടക്കുകയാണ്. ദൈവം മനുഷ്യരോട് നേരിട്ട് മുഖാമുഖം ഇടപെടുകയാണ്. അപ്പൊ ഇന്ന് ഒരുപക്ഷെ ആളുകൾ, ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഇന്ന് ദൈവം അതുപോലെ നമ്മളോട് നേരിട്ട് ഇടപെട്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ പണ്ട് ദൈവം ഇങ്ങനെ ആ ഷെഖനായിൽ ഇങ്ങനെ വന്നിട്ട് ഈ എന്താ പറയുക, ദൈവത്തിൻ്റെ ആ മേഘമൊക്കെ ഇങ്ങനെ നിഴലിട്ടിട്ട് അതിൻ്റെ കീഴിൽ ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നടക്കുകയാണ്. അപ്പോൾ അവർ മേഘം താണു കഴിഞ്ഞാൽ അവർ അവിടെ കൂടാരമടിക്കും. മേഘം ഉയർന്നാൽ പിന്നെ കുറ്റിയൊക്കെ പറിച്ച് അവർ കൂടാരമൊക്കെ പൊക്കി പോവുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലേ, നമ്മുടെ ചെറിയാൻ സാർ ഒരു പാട്ട് മനോഹരമായിട്ട്, അഗ്നിമേഘ സ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ, അല്ലേ? നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ? അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ, അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി, അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി, അക്കരെ വാഗ്ദത്ത നാട്ടിന്നു പോകുന്ന, അക്കരെ വാഗ്ദത്ത നാട്ടിന്നു പോകുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ, ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ. അപ്പോ എന്ത് മനോഹരമായ യാത്രയാണ്. പക്ഷേ നിങ്ങൾ പഴയം വായിക്കുമ്പോൾ കാണാം, ഒരു ദിവസം 24,000 പേര് മരിച്ചുപോയി. എന്താ കാര്യം? ഈ മാതിരി ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അവൻ്റെ ഷെഖനായുടെ കീഴിൽ ജീവിച്ച ജനം മറുതലിച്ച് ദൈവത്തോട് മത്സരിച്ച് നശിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇന്ന് ഈ കൃപായുഗത്തിൽ ജീവിക്കാനായിട്ട് ഇടയായത് വലിയ അനുഗ്രഹമായി. അല്ലെങ്കിൽ ഒരുപക്ഷെ ദാതാന്റെയും അഭിരാമിൻ്റെയും മത്സരികളുടെയും ഒക്കെ കൂട്ടത്തിൽ നമ്മളായി പോകാനുള്ള സാധ്യത വളരെയേറെ ആയിരുന്നു. കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? അത്ഭുതമൊക്കെ കണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ
പോഷിപ്പിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ ജീവിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? ആദ്യം ഞാൻ വിചാരിച്ചത് നല്ലൊരു കാര്യമായിരുന്നേനെ. നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, കർത്താവ് ഇതെല്ലാം ചെയ്യുകയാണ്, ഒരു സംശയമില്ല. നമ്മൾ കാണുന്ന കാഴ്ച, അവരെത്ര ദൂരം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലത്ത് വണ്ടിയും പരിപാടിയും ഒക്കെ ഉണ്ടായിട്ടൊരു ആരാധനയോഗത്തിന് കടന്നു വരുവാൻ മടിക്കുന്ന ആളുകൾ അന്ന് കർത്താവിൻ്റെ കൂടെ ഈ മാതിരി നടക്കൂലേ? ഈ നടന്ന ആളുകൾ, ഈ അപ്പം തിന്ന ആളുകൾ എന്താ പറഞ്ഞേ? അവനെ ക്രൂശിക്കണം എന്നാണ് ഒടുക്കം പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കൃപായുഗത്തിൽ ആണ് നമ്മെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭരണം ഇന്ന് ദൈവം ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയ ഒരു രക്ഷയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അവൈലബിൾ ആണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അതിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് തുടർന്ന് പറയുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേതെ ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തിന്നവർ. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതായിട്ടുള്ള റിസറക്ഷൻ പവർ, അതാണ് വിശ്വസിക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ആ നിലയിൽ ഇന്നും പരിപാലിക്കുന്നവനാണ് എന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മൾക്ക് വേണ്ടി. അപ്പൊ ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മെ വളരെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ദൈവത്തിൻ്റെ ആ രക്ഷാപൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള സത്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ശരി, അപ്പൊ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് കള്ളന്മാർ മോട്ടിച്ചുകൊണ്ട് പോകുകയോ വേറെന്തെങ്കിലും അതിന് നാശം വരികയൊന്നും ചെയ്യുന്നതല്ല. ക്ഷയം ഇല്ല, അതിൻ്റെ അകത്ത് മാലിന്യമൊന്നുമില്ല, അത് വാട്ടം സംഭവിക്കുന്നതല്ല. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് വെയ്റ്റിംഗ്. അപ്പൊ അങ്ങനെയുള്ള അതിമഹത്തായ ഒരു അവകാശത്തിനായിട്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ഇത്ര വലിയ ഒരു രക്ഷ ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് താഴെ പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ദൂതന്മാരും അതിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള അത്ര വലിയൊരു രക്ഷയാണ്. മനുഷ്യന്റെ ഉയർച്ചയെ, അല്ലെ, മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യന്റെ ഉയർച്ചയുടെ ആ വലിയ ദർശനം ദൂതന്മാർ പോലും അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്ക് വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള ആ ഉറപ്പും ധൈര്യവും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പിന്നീട് നമ്മൾ താഴെ വായിക്കുന്ന കാര്യം എന്താണ്? 7, 6, 7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഏതിലാണ് ആനന്ദിക്കുന്നത്? അതിൽ, ഈ മോളി പറഞ്ഞ ആ വലിയ രക്ഷയിലാണ് നമ്മൾ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് ഈ രക്ഷയിലാണ്.
ദൈവം നമ്മെ വീണ്ടെടുത്ത് നിത്യമായ അവകാശത്തിനായി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിനായിട്ട് അവൻ കർത്താവായി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്യിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുന്നു. അത് എത്ര ശ്രേഷ്ഠതരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ, താൽക്കാലികമായി ഈ ലോകത്തിൽ പല കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നാനാപരീക്ഷകളാൽ എന്നാണ് പറഞ്ഞത്. ഒരെണ്ണം മാത്രമല്ല, പലവിധമായ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ട്രയൽസിനെ സംബന്ധിച്ച്, പ്രതിസന്ധികളെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവരല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്. കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ. അപ്പൊ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു, ഐ ആം വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ഏജസ്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ്, ലോകത്തെ ജയിച്ചവനായിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യവും ബലവും. അപ്പൊ കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, അല്ലേ? സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഹീസ് ദ പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. മറ്റുള്ള ആളുകൾക്കൊക്കെ സഹായത്തിന് വരുവാനായിട്ട് വലിയ പ്രശ്നമുണ്ട്. എന്നാൽ നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ ഭയങ്കര സ്പീഡിൽ വന്നു. എനിക്ക് മനസ്സിലായി അവൻ എന്നെ ഇടിച്ച് ഒരു വഴിക്കാക്കാൻ പോവാന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വെട്ടിച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ വീലിൻ്റെ മുമ്പിൽ അവൻ വന്ന് എൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇടിച്ചു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്ന് ശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ഷോക്കിലാണെന്ന് എനിക്ക് തോന്നുന്നേ. എൻ്റെ ശ്വാസം നിന്നു പോകുന്ന പോലെ, ഞാൻ മരിച്ചു പോകാൻ പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ കിടപ്പിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു. അപ്പോ the Lord was very present help in the trouble. അപ്പൊ ഞാൻ മരിച്ചു പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, അവിടെ എൻ്റെ വീട്ടുകാരില്ല. എൻ്റെ വിചാരം, ഇത് ഇടിച്ചിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു പോയത് എൻ്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇഞ്ചുറി ആയി, പിന്നെ ഇതായി പോയി. അവൻ്റെ വീല് വന്ന് എൻ്റെ ഈ സൈഡിൽ വന്ന് ഇടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ അടവെച്ച പോലെ ഇരുന്നു. എനിക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന്, എന്നെ അറിയത്തില്ല. ഞാനിങ്ങനെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു. അവിടെ കിടന്ന് പെട്ടെന്ന് എനിക്ക് ഒരു നല്ല വേദന ഉണ്ടെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നു, കാർ വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് സഹായമൊക്കെ കിട്ടിയത് പിന്നെയാണ്. പക്ഷേ the Lord was my present help. Lord was my present help. ഞാൻ ഓർക്കുന്നുണ്ട്, എത്രയോ വട്ടം ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. എത്രയോ അനർത്ഥങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് ദൈവം തക്ക സമയത്ത് ഇടപെട്ട് മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരിക്കൽ ഞാൻ അത്യാവശ്യമായിട്ടൊരു മിഷൻസ് കോൺഫറൻസിന് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി പൈസ എടുക്കാൻ പോയിച്ച് തിരിച്ചു വരിക. ഒരു വണ്ടിയുടെ പുറകിൽ ഞാനിങ്ങനെ പോകുമ്പോൾ വണ്ടി അങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളുകാരൻ നേരെ വട്ടം വെച്ചു. വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. അവനെ ചെന്ന് ഇടിച്ചു. ഞാൻ ബ്രേക്കൊക്കെ ചെയ്തെങ്കിലും ഒന്നും നിന്നില്ല. അവനെ ഇടിച്ചു.
അവൻ തെറിച്ചുപോയി. ഞാനിങ്ങനെ ഈ ഹാൻഡിൽ ബാറിന്റെ മോളിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു ബസ് വരുന്നു. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ബസ്സിന്റെ തൊട്ട് മുമ്പിലാണ് ഞാൻ വീഴുന്നത്. സ്വർഗത്തിലെ ദൈവം കരുണ ചെയ്ത് ഈ ചെറുക്കൻ വട്ടം സൈക്കിൾ കയറ്റുന്ന കണ്ടപ്പോൾ തന്നെ അവൻ ബ്രേക്ക് ചെയ്തത് കൊണ്ട് ഞാൻ ആ ബസ്സിന്റെ അടിയിൽ കയറിയില്ല. അപ്പൊ ഗോഡ് ഈസ് എ പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. നമ്മുടെ ഏത് പ്രശ്നത്തിന്റെയും നടുവിൽ ദൈവം നമുക്ക് മതിയായ ഒരു സഹായമാണ്. ആ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പൊ ശരിയായൊരു കാഴ്ചപ്പാട് നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചുണ്ടാകണം. നമ്മുടെ പ്രതിസന്ധികളെ കുറിച്ച്, നമ്മുടെ കഷ്ടതകളെ കുറിച്ച് ഒക്കെ ശരിയായൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ നമ്മൾ വളരെ തളർന്ന താളടിയായി പോകാനുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പത്രോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു. അപ്പൊ ഒന്ന്, ഇപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പൊ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, പരീക്ഷകൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ദൈവം അത് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും. നമുക്ക് കഷ്ടതയുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് കർത്താവിന് തന്നെ കഷ്ടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ കഴിയും. അവിടെ ദൈവം തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നു. കർത്താവിനെ തന്നെ കഷ്ടത്തിലൂടെ കടത്തിവിട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 5:8 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നിങ്ങനെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ കഷ്ടതയിലൂടെ കടന്നുപോയി അനുസരണം പഠിച്ച് നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനായി എന്നാണ് അവിടെ പറയുന്നത്. എബ്രായർ 12:6 അവിടെ പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലും. എന്നിട്ട് അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ മക്കളല്ല കൗലടയന്മാരത്രേ എന്നാണ് പറഞ്ഞത്. ദൈവം താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നു. നമ്മൾ പിള്ളേരെ വഴക്ക് പറയുകയും തല്ലിയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ചെയ്താൽ ഇപ്പോൾ കാരണവന്മാര് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. കാരണവന്മാരെ അവരകത്ത് പോകും. എന്നിട്ട് പിള്ളേരെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വളർത്തുകയാണ്. വളർത്തി അവർ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോവാണ്. എന്നിട്ട് ചോദിക്കുന്നത്, അവര് 10, 15, 20 വയസ്സൊക്കെ ആകുമ്പോൾ എന്താണ് ഇവന്മാർ ഇങ്ങനെ അയക്കണെന്നാ ചോദിക്കണേ. പിന്നെ ഇങ്ങനെ ആകാണ്ടിരിക്കണേ എങ്ങനെയാണ്? ദൈവവചനം പറയുന്ന ബാലന്റെ ഹൃദയത്തോട് ദോഷം പറ്റിയിരിക്കുന്നു. ശിക്ഷണത്തിനുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവൻ വിട്ടുമാറില്ല. ഇതൊന്നും ചെയ്യാണ്ട് പിള്ളേരെ തന്നിഷ്ടത്തിന് വിട്ടേക്കുന്ന മനുഷ്യൻ, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലൻ, അവനെ കുറിച്ച് പറയുന്നത് അപ്പന് അപമാനവും അമ്മയ്ക്ക് ലജ്ജയും വരുത്തുന്ന മകനാണ്. അത് ഇന്നവിറ്റബിൾ ആണ്. പിള്ളേരെ നേരെ ചൊവ്വേ വളർത്താതെ വിടുന്ന ആളുകൾ പിന്നീട് ദുഃഖിക്കും. ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ പിള്ളേർ കാരണവന്മാരെ വിളിപ്പിക്കുമ്പോൾ അവർ പറയുന്നത്, സാറേ ഞങ്ങൾ എന്തോ ചെയ്യാനാ. ചില പിള്ളേരെ പേടിച്ചാണ് കാരണവന്മാർ പോലും ജീവിക്കണേ. അവനോടൊരു കാര്യം പറയാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞേ. പെൺപിള്ളേര് വരെ പൊട്ടിത്തെറിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞു, എടാ മക്കളെ, നിന്റെ അപ്പനെ അമ്മയൊന്നും ബഹുമാനിച്ചില്ലെങ്കിൽ നിനക്ക് ഗുണം വരില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു.
ബൈബിളിൽ അങ്ങനെ പറഞ്ഞേ. എന്തോന്നാ പറഞ്ഞേ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ എന്നാ പറഞ്ഞേ. അപ്പൊ ബൈബിളിൽ പറഞ്ഞേക്കുന്നാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നിനക്ക് ഗുണം വരികയല്ല, കാരണം അത് ന്യായമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീയൊക്കെ വിചാരിക്കുന്ന ഇങ്ങനെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് നിങ്ങളങ്ങ് ഉണ്ടായി എന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനൊന്നും അല്ലടേ. ഉണ്ടായിട്ട് ചുമ്മാ കരഞ്ഞ് രാത്രി മുഴുവൻ ഉറക്കമളച്ച് നിന്നെയൊക്കെ ചോന്നുകൊണ്ട് നടന്നത്, എത്ര മൂത്രത്തിലും അപ്പീലും ഒക്കെ കിടന്നിട്ടാണ് നീയൊക്കെ ഈ പരുവത്തിൽ സുന്ദരനും സുന്ദരിയൊക്കെ ആയത്. ആ തള്ളയോട് നീ മെക്കെട്ട് കയറിയാൽ നിനക്ക് എങ്ങനെ ഗുണം വരും മോളെ എന്ന് ചിലതിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അവരെന്നെ പോലീസ് കയറ്റുമെന്ന് അറിയാമല്ല. കയറ്റിയാലും എനിക്ക് കുഴപ്പമില്ല, പറയാനുള്ളത് ഞാൻ പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തോ ചെയ്യും? നശിക്കണമെന്ന് വിചാരിക്കുമോ? മോനെ, ഇതല്ലടാ വഴി. ഒരു ഗുണവധികാരം പറഞ്ഞു കൊടുക്കും, അവനെ ശാസിക്കും, അവനെ ശിക്ഷിക്കും. അത് സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ കാര്യം. എന്നാൽ അവനെ കൊല്ലാൻ തക്കവണ്ണം ഒരുങ്ങരുതെന്നാണ് ദൈവവചനം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി മക്കളെ അടിക്കരുത്. അവർ നന്നാകാൻ, ദൈവപക്ഷത്ത് ജീവിക്കാൻ, കൊള്ളാവുന്നവരായി തീരാൻ വേണ്ടിയിട്ട് അവരെ ശിക്ഷിക്കണം. അപ്പൊ നമ്മളുടെ കുഴപ്പം അതാണ്. നമുക്കൊന്ന് ദേഷ്യം തീർത്താൽ മതി. ചിലപ്പോൾ പിള്ളേർ ചെറിയ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് ശിക്ഷിക്കും. അവർ വലിയ തെറ്റ് ചെയ്താൽ ആ പോട്ടെ എന്ന് വെക്കും. ആ പിള്ളേർക്ക് ഒരു പിടിയും കിട്ടണില്ല, ഇത് എന്തിനാണ് അപ്പം തല്ലുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. നമ്മൾ പാപികളായ മനുഷ്യരായതുകൊണ്ടാണത്. അത് ദൈവദിനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തന്നെ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നു. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ റിഫൈൻ ചെയ്ത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ട്രയൽസിന് വേറെയും പല കാര്യങ്ങളുണ്ടെന്ന് മറ്റു ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ കഷ്ടത നമുക്കുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദൈവവചനം വളരെ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണത്, അല്ലെ? യോഹന്നാൻ 16:33 നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോ അതില്ലാത്ത ഒരു ജീവിതത്തിനായിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. അത് 16-ന്റെ അകത്ത് പറയുന്നത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഭയങ്കര കാര്യം അവിടെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്തോന്ന്? അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. പിന്നെ അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയം വരും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അതിശയിച്ചു പോകേണ്ട കാര്യമില്ല. പത്രോസ് അതാ പറയുന്നേ, 4:12 പറയുന്നേ, നിങ്ങൾക്ക് പരിശോധനയ്ക്കായി ഭവിച്ചിരിക്കുന്ന ഒരു അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചു എന്നതുപോലെ അതിശയിച്ചു പോകരുത് എന്നാണ് പത്രോസ് 4:12 പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി ഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, തീയിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ്. അതിൽ ഒരു അപൂർവ കാര്യം, അയ്യോ ദൈവമേ എനിക്കിങ്ങനെ വന്നു പോയല്ലോ, ഇങ്ങനെ വന്നു പെട്ടല്ലോ, എന്താ ആണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള നിലയിൽ നമ്മൾ അതിശയിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് ഇതൊക്കെയും പൂർത്തിയായി വരുന്നു എന്ന് താൻ അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഉള്ള ഒരു വലിയ കാര്യം ഉണ്ട്. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്ന ഏവരെയും കഷ്ടതയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യമാണ്. 2 തീമോത്തിയോസ് 3:12 പറയുന്നത് എന്താണ്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം കഷ്ടം ഉണ്ട്. അപ്പൊ പരീക്ഷകളും കഷ്ടതയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നു. അതിന് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശരി, അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവം അങ്ങനെ നമ്മളെ അനുവദിക്കുന്നു. 6-ാം വാക്യത്തിൽ, ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും
ആനന്ദിക്കുന്നു. അപ്പൊ ഇത് ഒരു കാര്യമാണ്. രണ്ടാമതും നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അല്പനേരത്തേക്കെന്നാണ്. എന്തോന്നാണ്? കുറച്ച് നേരത്തേക്ക് ഇതുള്ളൂ എന്ന് പറഞ്ഞാൽ ടെമ്പറലാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത് വളരെ ചുരുങ്ങിയ കാലത്തെ ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്പനേരത്തേക്കാണ് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നത്. അല്പകാലത്തേക്കുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ടെമ്പറൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അയ്യോ, ഇതാണ് ആത്യന്തികമായ ജീവിതം എന്ന് വിചാരിച്ചാൽ നമ്മൾ ആകെപ്പാടെ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ എന്താ പറയുക, പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാമോ? ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്തൊരു കട്ടുകഴപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ TTD ഒക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ ഒരു ഇഞ്ചക്ഷൻ തരും. കുറെ നേരത്തേക്ക് ഭയങ്കര കട്ടുകഴപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മളത് സഹിക്കാൻ തയ്യാറാണ്? വേദന ഇല്ലാത്തതുകൊണ്ടാണോ? പിന്നെ അയ്യോ, നല്ല പ്രയാസമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ആശ്വാസം പിന്നെ ജീവിതത്തിൽ. അപ്പൊ താൽക്കാലികമായിട്ടുള്ള പരിപാടികൾ നമ്മൾ അങ്ങനെ പിന്നെ ചിന്തിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ അതിൻ്റെ 4:17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിപ്പാൻ കാരണമായി തീരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കുള്ള ഈ കഷ്ടതയുടെ സമയങ്ങൾ എന്ന് പറയുന്നത് നൊടിനേരം പോലും ഇല്ല. പൗലോസ് ഒരു പുരുഷായുസ് മുഴുവൻ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നൊടിനേരം എന്ന് പറയുന്നത് നിത്യതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അപ്പൊ കഷ്ടം സഹിക്കുന്ന നമുക്ക് എന്തുണ്ട്? അത് വലിയ തേജസ്സിന്റെ നിത്യഘനം ലഭിക്കാനായിട്ട് കാരണമായി തീരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് വളരെ താൽക്കാലികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ധൈര്യപൂർവം നേരിടുവാനും തരണം ചെയ്യുവാനും നമുക്ക് കാരണമായി തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ സംബന്ധിച്ച്, പ്രതിസന്ധികളെ സംബന്ധിച്ച് നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് സഹായകനായിട്ടുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ നിങ്ങളോട്. അപ്പൊ കഷ്ടതയുടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഈ താൽക്കാലികമായ കഷ്ടതയെ സംബന്ധിച്ച് നമ്മൾ നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അത് താൽക്കാലികമാണെന്നറിയണം. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഇവിടെ പത്രോസ് പറയുന്നത് എന്താ പറയുന്നത്? തീയിൽ ശോധന അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ കാണുവാനിട വരും. നോക്കൂ, ഈ സ്വർണമൊക്കെ മാറ്റുകൂട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? എങ്ങനെയാണ് മാറ്റുകൂട്ടുന്നത്? ഇപ്പൊ നമ്മൾ ഇതൊന്നും കാണാനേ ഇല്ല. ഇപ്പൊ അങ്ങനെ നമുക്ക് 24 ക്യാരറ്റ് സ്വർണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു തട്ടാൻ വന്നിരുന്ന് ഇങ്ങനെ ഇതൊക്കെ കൊടുത്താൽ, നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ കൊടുത്താൽ അത് ഉരുക്കി പുള്ളി ഇങ്ങനെ ആടിച്ച് പരത്തി. അപ്പോൾ ആദ്യം ഇങ്ങനെ ഉരുക്കി വെള്ളം പോലെ ആക്കും. വെള്ളം പോലെ ആക്കിയിട്ട് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് നല്ല റെഡ് ഹോട്ടായിരിക്കുന്ന എടുത്ത് വെച്ച് ആടിക്കുമ്പോൾ അതിലിങ്ങനെ അതിൻ്റെ എന്താ പറയുന്നത്, ഈ കീടങ്ങൾ, അതിൻ്റെ ഈ എന്താ പറയുക മാലിന്യങ്ങൾ പോവും. അത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചടിക്കും. അടിച്ചു കഴിഞ്ഞിട്ട് ഇത് പിന്നെയും
തീയിൽ വെച്ച് ഇങ്ങനെ ഊതി ഒരു കൊള്ളൊക്കെ വെച്ച് ഇങ്ങനെ കരിയൊക്കെ ഇട്ട് ഊതി ഇങ്ങനെ ചൂടാക്കും. അത് കഴിഞ്ഞ് പിന്നെ എടുത്തടിക്കും. ഇങ്ങനെ കുറെ കഴിയുമ്പോൾ പുള്ളിക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അറിയാം ഏകദേശം സംഗതി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. പല സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പൊന്നിനെ റിഫൈൻ ചെയ്ത് തനിത്തങ്കമാക്കി എടുക്കുന്ന ആ പരിപാടി പോലെ ഒരു വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഇങ്ങനെ റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ശുദ്ധീകരിച്ച് കൊള്ളാവുന്നവരാക്കി എടുക്കുന്ന പ്രോസസ്സിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള കഷ്ടതകളും പരീക്ഷകളും ഒക്കെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളത് മനസ്സിലാകും, ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ നേരിടണമെങ്കിൽ ദൈവിക ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്കറിയാതിരിക്കണം. അപ്പൊ ദൈവം നമ്മുടെ വിശ്വാസത്തെ റിഫൈൻ ചെയ്ത് നന്നാക്കി നമ്മളെ കൊള്ളാവുന്നവരാക്കുവാനായിട്ടാണ് ദൈവം ഈ പരിപാടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇത് താൽക്കാലികമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒരു നിത്യത വരുന്നുണ്ട്. ദൈവം താൻ നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന അതിമഹത്തരമായിരിക്കുന്ന ഭാസുരമായ ഒരു ഭാവി നമുക്കുണ്ട്. എന്നാൽ ഇപ്പോൾ നാനാ പരീക്ഷകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് എന്താണ്? അഴിഞ്ഞു പോകുന്നത്. അപ്പൊ അവിടെ ഒരു കോൺട്രാസ്റ്റ് പറയാം. എന്താണ്? സ്വർണം എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമുള്ള കാര്യമല്ല, നമുക്ക് വലിയ കാര്യമാണെങ്കിലും പത്രോസ് പറയുമ്പോ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്നാ പറഞ്ഞത്. നോക്കൂ, പത്രോസിന് സ്വർണവും വെള്ളിയൊന്നും വലിയ വിഷയമല്ല. കാരണം പുള്ളിക്ക് വേറെ ചിലതുണ്ടേ. ഒരു സുന്ദരം എന്ന് പറയുന്ന ഗോപുരത്തിലിരുന്ന ആ മനുഷ്യൻ മുടന്തൻ ഇങ്ങനെ നോക്കി. അപ്പൊ നോക്കിയപ്പോ പത്രോസ് എന്താ പറഞ്ഞേ? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കൊരു സാധനം ഉണ്ട്, അത് നിനക്ക് തരിക, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര വെള്ളി കൊടുത്താലും ഒരു മുടന്തൻ എഴുന്നേറ്റ് നടക്കുമോ? നടക്കൂല. എത്ര പൊന്നു കിട്ടിയാലും കാര്യമില്ല. ഈ ലോകത്ത് എന്തെല്ലാം വാരിക്കൂട്ടി ഉണ്ടാക്കിയേക്കുന്ന മനുഷ്യർക്ക് സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, അവന് സൗഖ്യമില്ല, ഒരു രക്ഷയുമില്ല. എന്നാൽ കർത്താവ് നമുക്ക് സഹായകനായിട്ടുണ്ടെങ്കിൽ അതെത്ര വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, സഹായകനായി ദിനം തോറും സമീപമവൻ നമുക്കുണ്ട്. സഹായകനായി ദിനം തോറും സമീപമവൻ നമുക്കുണ്ട്. ഭയം കലരാതിരും നീടാം ധനം കുറഞ്ഞാലും മീ മന്നിൽ എന്നൊക്കെയാണ് പാട്ടുകാരൻ പാടുന്നത്. ഏത്? കാശ് ഇത്തിരി കുറഞ്ഞാലും ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? സഹായകനായി ഈ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നേ. അപ്പൊ ഇത്ര വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതായിട്ടുള്ള കഷ്ടതകൾ, പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനൊക്കെ ദൈവികമായ ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തെ റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ടാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ നേരിടുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒന്നിവിടെ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തെ എങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന വേറെ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതൊരു വലിയ വരമാണെന്നാണ് പറയുന്നത്. ഏത്? അതൊരു വലിയ വരമാണ്. ഒന്ന് ഫിലിപ്പിയൻസ് അതിൻ്റെ 1:29 എന്താ നമ്മൾ വായിക്കുന്നത്? ഫിലിപ്പിയൻസ് 1:29 ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നമുക്ക് വരം ലഭിച്ചിരിക്കും. അതൊരു വരമാണെന്നാണ്. ഇങ്ങനെ വരത്തിന് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
കർത്താവെ, കുറച്ച് കഷ്ടം നിനക്ക് വേണ്ടി സഹിക്കാനായിട്ട് എനിക്ക് വരം തരണമേ എന്ന് പറഞ്ഞ് അങ്ങനെ കാത്തിരിപ്പ് യോഗം നടത്തിയതായിട്ട് ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം അത് ഭയങ്കര കുഴപ്പമാണെന്നാണ്. നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടത മാറിപ്പോകാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന ഇരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, തിരിച്ചില്ല. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ശരിയായൊരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണെന്നേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളായി തീരുന്തോറും സന്തോഷിച്ചു കൊള്ളുവിന്നാണ് പത്രോസ് താഴെ പിന്നീട് പറയുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ഈ അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ അവരെ വിളിച്ചിട്ട് ഇനി ഈ നാമത്തിൽ ആശേഷം മിണ്ടി പോരുമെന്ന് പറഞ്ഞ് അവരെ അടിച്ച് വിട്ടു. അപ്പൊ അവർ പോകുമ്പോൾ എങ്ങനെയാ പോകുന്നേ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി അപമാനമേൽക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് പോയെന്ന. ഓ ദൈവമേ, കർത്താവിന് വേണ്ടി ഒരു അടി കൊള്ളാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഏതാണ്ട് റാങ്ക് കിട്ടിയ രീതിയിലാണ് അവർ പോകുന്നത്. ആണെന്നേ, നമുക്കത് വലിയ പദവിയാണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മളൊക്കെ അടി കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അടി വാങ്ങാനുള്ള ത്രാണി നമുക്കില്ലാന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത്രയൊന്നും വളർന്നിട്ടില്ലെന്നേ, അതുകൊണ്ടാണ് തല്ലുകൊള്ളാത്തത്. അല്ലെങ്കിൽ അതൊരു വലിയ പദവിയാണെന്നേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടിയേൽക്കുവാൻ യോഗ്യരായി ഇതൊരു വലിയ യോഗ്യതയായിട്ടാണ് അവർ കരുതിയത്. അല്ലാണ്ട് എൻ്റെ ദൈവമേ ഇനി ഈ പരിപാടിക്ക് നമ്മളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവാണോ? നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും സുവിശേഷം പറയുമ്പോൾ ഒന്ന് മിഴിച്ചു നോക്കി, അല്ലെങ്കിൽ നമ്മളൊന്ന് കളിയാക്കി, ഓ ഇനി ഞാൻ ഈ പരിപാടിക്കേ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. എന്താ, നമ്മൾ യോഗ്യന്മാരല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? യോഗ്യതയുള്ള അതൊരു വലിയ പ്രിവിലേജാണ്. പൗലോസ് കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് പറയുമ്പോൾ പറയുന്നത് 2:24 ഞാൻ കരുതുന്നത്. അവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ, അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ പറഞ്ഞത്. ഈ 1:24 ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇതൊരു വലിയ പദവിയാണ്. അപ്പൊ നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നത്, ഞാൻ അവനെ അറിയേണ്ടതിനും, അവനെ അറിയണം. താൻ മരണത്തെ കാത്ത് ജയിലിൽ കിടക്കുമ്പോൾ താൻ പറയുന്നത്, ഐ വാണ്ട് ടു നോ ഹിം മോർ. അവനെ ഇനിയും അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം, പിന്നെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയണം. അങ്ങ് വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ സകലവും ചപ്പന്നും ചവർന്നു എണ്ണുന്നു എന്നാണ് താൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിലുള്ള ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇതൊക്കെ ഞാൻ ചപ്പന്നും ചവർന്നു എണ്ണുകയാണ്. അപ്പൊ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് എന്താണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസ കാരണമാണെന്ന് മാത്രമല്ല, ആ കഷ്ടതയുടെ നടുവിലും ദൈവീക ശക്തിയുടെ പരിപാലനം അനുഭവിച്ചറിയുവാനും ദൈവത്തിന്റെ കൃപയിൽ വളരുവാനും നമ്മുടെ വിശ്വാസത്തിൽ ധൈര്യം ഉണ്ടാകുവാനും ഒക്കെ അത് കാരണമായി തീരും. അതിനെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടിലെ ആളുകൾ ആ നിലയിലാണ്. അല്ലെ, കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഒരു പാട്ടുണ്ട്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. എന്തുവാ? ഒന്നുമില്ല. കഷ്ടനഷ്ടമേറി വന്നാൽ അത് വലിയ കഷ്ടമായി പോയി എന്നല്ല പറഞ്ഞേ, പിന്നെ ഭാഗ്യവാൻ, ബ്ലെസ്, ഞാൻ ഭാഗ്യവാനായി തീരുന്നു. കാരണം ഞാൻ കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടാളിയായി തീരുക. എബ്രായ ലേഖന കർത്താവ് അങ്ങനെ പറയുന്നേ, നാം അവന്റെ നിന്ന വഹിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് കഷ്ടമേൽക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അതുകൊണ്ട് കർത്താവിനെ ത്യജിച്ച ഈ ദുഷ്ടലോകം നമ്മയും ത്യജിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും ഇവിടെ നമുക്ക് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ കഷ്ടതയിൽ സന്തോഷിപ്പാനുള്ള വലിയ സാധ്യത, ആ പരീക്ഷകളിൽ സന്തോഷിപ്പാനുള്ള വലിയ സാധ്യത നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വേറൊരു കാര്യത്തോടെ പൗലോസ് പറഞ്ഞ് ഞാൻ പിന്നെ അവസാനിപ്പിക്കാം. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ പൗലോസ് പറയുന്ന 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുമ്പോൾ പറയുന്നത് എന്താ പറയുക,
ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്താൽ യാതൊരു കഷ്ടതയിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തന്മാരായി തീരേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്താ വാക്യം പറയുന്നതിൻ്റെ അർത്ഥം? നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ദൈവം തൻ്റെ ദിവ്യമായ സമാധാനത്താലും ആശ്വാസത്താലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനവും ദൈവത്തിൻ്റെ ആ വലിയ കൃപയും യഥാർത്ഥമായി മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാകുന്നു. എന്തുവാണ്? ഇങ്ങനെയുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരായിത്തീരുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരുകയാണ്. പ്രതിസന്ധികളെ ദൈവം അനുവദിക്കുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ മെച്ചപ്പെടുത്തി ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുവാനായിട്ടാണ് എന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ ഉറക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ഭാര്യ 8 വർഷം മുമ്പ് മരിച്ചുപോയി. നവംബർ 13-ാം തീയതിയാണ് പുള്ളി മരിച്ചത്. അപ്പോൾ ഈ നവംബർ 13-ാം തീയതി 8 വർഷം തികയും. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ ദിവ്യമായ സമാധാനത്താൽ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസം അത് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ, പ്രിയ സഹോദരൻ ജോയ് സാറിൻ്റെ മോളെ കെട്ടിയ ഒരു പയ്യൻ, പുള്ളിക്കാരി ക്യാൻസർ ബാധിച്ചിങ്ങനെ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ആ പയ്യനെ എനിക്കറിയാം. അവന് മദ്രാസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, പ്രസംഗിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഗോഡ് നോസ് വാട്ട് ഹി ഈസ് ഡൂയിങ് എന്നൊറ്റ വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ. ദൈവം അവനെ ആശ്വസിപ്പിച്ചു. കാരണം ഞാൻ ഈ വഴിക്കൂടെ നടന്നു പോയിട്ടുള്ളവനാണ്. അതുകൊണ്ട് ദൈവം എന്നെ ആശ്വസിപ്പിച്ച ആശ്വാസം അവൻ കണ്ടിട്ടുണ്ട്. ആ ദൈവം അവനെ ആശ്വസിപ്പിക്കുവാൻ മതിയായവനാണെന്നുള്ള ബോധ്യം, അത് നമ്മുടെ പ്രസൻസ് മതി. നമ്മൾ വലിയ പ്രസംഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ താൻ പറയുന്നതാണ്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്താൽ യാതൊരു കഷ്ടതയിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തന്മാരായി തീരേണ്ടതിന് ദൈവം ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സഹായകമായി തീരുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മളെ പ്രാപ്തന്മാരാക്കേണ്ടതിനായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് കഷ്ടതകളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കുണ്ടെങ്കിൽ അതിൽ തളർന്നു പോകാതെ ദൈവിക ഉദ്ദേശങ്ങൾ നിവർത്തിക്കേണ്ടതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ രക്ഷിതാവായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിൽ ആശ്രയിപ്പാൻ നമുക്കിടയായിത്തീരും. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് 4-ാം അധ്യായത്തിൻ്റെ അകത്ത്, ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുന്നു നമ്മുടെ കഷ്ടതകളിൽ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്പെഷ്യൽ എനേബിളിംഗ് നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മുടെ മേൽ പ്രത്യേകമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അങ്ങനെ ഒന്നും ആശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് 4 പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കാര്യം എന്താകും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തമില്ല. എങ്ങനെ അറിയാൻ പറ്റുന്നത്? എന്നാൽ എൻ്റെ അമ്മ 3 വർഷം ഞങ്ങളുടെ കൂടെ നിന്നു. 3 വർഷം ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പനും അമ്മയും കൂടെ മാറി നിന്നിട്ടില്ല. പക്ഷെ ദൈവം തൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊടുത്തു, ഈ പിള്ളേരെ ഇത് ചെയ്യണം. അപ്പോൾ അവർക്ക് ആ ട്രോമ ഓവർകം ചെയ്യാനായിട്ട് വളരെ സഹായകരമായിട്ട് വൈകുന്നേരം വരുമ്പോൾ സ്ഥിരം അമ്മയുള്ളതുപോലെ വീട്ടിൽ എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചനും അതിനുള്ള മനസ്സ് കൊടുത്തു, അമ്മയ്ക്കും അതിനുള്ള മനസ്സ് കൊടുത്തു. അതുകൊണ്ട് 3 കൊല്ലം അത് കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാനും എൻ്റെ മകനും ഒക്കെ കൂടി ഒരു 2-3 മാസം ആഹാരം ഉണ്ടാക്കി. അതുകൊണ്ട് ഇളയവും വരെ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ എത്രയോ വലുതാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സെർവന്റിനെ തന്നു. ദൈവം അത്ഭുതമായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഒരു സെർവൻ്റ് എന്ന് പറയാൻ പറ്റാത്ത പോലെ ഈ പിള്ളേരുടെ കാര്യങ്ങളെയൊക്കെ നോക്കുകയും എടുക്കുകയും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട്
അത് നമ്മൾ കൊടുക്കുന്ന കാശൊന്നും നോക്കിയിട്ടല്ല, വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാൾ നമ്മളെ സഹായിക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുവദിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ് എന്ന് കർത്താവിൻ്റെ നാളിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് കാണാനായിട്ട് ഇടവരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പോളി ബിൽഹൈമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ദുഃഖങ്ങളെ പാഴാക്കരുത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മനോഹരമായ ഒരു പുസ്തകം, വായിക്കുന്നതല്ല. കഷ്ടതയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവിക ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം സർവ്വവല്ലഭനായി സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. കാരണം അവൻ വിശ്വാസത്താൽ ദൈവശക്തിയിൽ നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് ആ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി മുന്നോട്ട് നടത്തുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് അല്പനേരത്തേക്ക്, വളരെ താൽക്കാലികമായിരിക്കുന്ന ചില കഷ്ടതകളിൽ, പ്രതിസന്ധികളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമുക്ക് ഈ രക്ഷയിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ മുന്നേറുവാനായിട്ട് സാധ്യതയുണ്ട്. അതിനായിട്ട് ദൈവം, സർവകൃപാലുവായ ദൈവം നമ്മിൽ സകല കൃപകളെയും പെരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.